നമ്മളെ ഈ പാവം മേലാഞ്ചിക്കില്ലേ ലവ് ലെറ്റർ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലെ കുക്ക് വിത്ത് കോമാളി ഷോയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ഒരു റെസിപ്പി ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞ പേര് ലവ് ലെറ്റർ എന്നാണ്. എന്നിട്ടിത് തമിഴ്നാട്ടിൽ ഭയങ്കര വൈറലായി ഈ റെസിപ്പി. എല്ലാവരും ചെയ്യാനൊക്കെ തുടങ്ങിയ. എന്തായാലും ഞാനിന്ന് ഏലാഞ്ചിയാണ് ചായക്ക് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നെയ്യിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തു. എന്നിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ പഞ്ചസാരയൊക്കെ തേങ്ങയിലൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മാവ് ഉണ്ടാക്കാം. അതുണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് 1 മുട്ട, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് അതും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വിസ്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയാലും മതി, ഒട്ടും കട്ടയില്ലാതെ കിട്ടും. ദോശമാവിനേക്കാളും നേരിയ മാവായിരിക്കണേ. എന്നിട്ട് ഇത് നമുക്കിതാ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടിട്ട് ചുട്ടെടുക്കാം. നേരിയതായിട്ടുള്ളൊരു ദോശ ചുട്ടെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് എണ്ണയൊക്കെ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണേ. അങ്ങനെയാണെങ്കിൽ അത് പുറത്തു പോവില്ല. എന്നിട്ട് റോളാക്കിയാൽ മതി. അപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.